വിജിൻ വായാന്തോടുകൂടി ചേരുന്നു. വിജിൻ, പ്രവർത്തകർ എത്ര വലിയ സന്തോഷത്തിലും ആഹ്ലാദ പ്രകടനത്തിലുമാണിപ്പോൾ? ദിവ്യ, വലിയ ആവേശത്തിൽ തന്നെയാണ് പ്രവർത്തകർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ളത്. നേരത്തെ തന്നെ വി ഡി സതീശന് അനുകൂലമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ പ്രകടനങ്ങൾ നടന്നിരുന്നു. ഓരോ ഘട്ടത്തിലും വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുമോ ഇല്ലയോ എന്ന സംശയം, ആകാംക്ഷയൊക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ കെ സി വേണുഗോപാൽ AICC നേതൃത്വം എന്ന നിലയിൽ വരുമോ എന്ന ആകാംക്ഷയൊക്കെ പ്രവർത്തകർക്കുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം പൂർണ്ണമായും മാറിയിരിക്കുന്നു. വി ഡി സതീശന്റെ പേര് AICC നേതൃത്വം തന്നെ അത് പ്രഖ്യാപിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ KPCC ആസ്ഥാനത്തുൾപ്പെടെ വലിയ തരത്തിലുള്ള ആഘോഷം, പടക്കം പൊട്ടിച്ചും ഒപ്പം തന്നെ മധുരം വിതരണം ചെയ്തും മുദ്രാവാക്യം വിളിച്ചുമൊക്കെയാണ് അവരായ ആവേശം ഇപ്പോൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ആഘോഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേ നിലയിൽ തന്നെയാണ്. എന്തായാലും KPCC പ്രസിഡന്റിന്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം 4 മണിക്കാണ് നിലവിൽ നിയമസഭാ കക്ഷി യോഗം ചേരുന്നത്. അതിലാണ് ഔദ്യോഗികമായി നിയമസഭാ കക്ഷി അംഗങ്ങൾ, അതായത് MLA മാർ വി ഡി സതീശനെ പാർലമെന്ററി പാർട്ടി നേതാവായി, നിയമസഭാ കക്ഷി നേതാവായി തീരുമാനിക്കുന്നത്. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം വൈകിട്ട് 4 മണിക്കാണ് ചേരുന്നത്. നിയമസഭയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലാണ് യോഗം. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും നിരീക്ഷകരും പങ്കെടുക്കും. AICC പ്രഖ്യാപനത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നുവെന്നാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം. MLA മാരുടെ യോഗം കഴിഞ്ഞതിന് ശേഷം ഗവർണറെ കാണുമെന്നും അദ്ദേഹം പറഞ്ഞു. വിജിൻ വായാന്തോടുണ്ട്. വിജിൻ, നിയമസഭാ കക്ഷി യോഗമാണ് ഇനി അടുത്തത്. അതിൽ ഈ പേര് നിർദ്ദേശത്തിനുള്ള പിന്തുണ അറിയിക്കും MLA മാർ. അത് കഴിഞ്ഞ് ഇന്ന് തന്നെ അടുത്ത നടപടിയിലേക്ക്, ഗവർണറെ കാണുന്ന നടപടിയിലേക്ക് കടക്കാൻ നീങ്ങുകയാണോ കോൺഗ്രസ്? ദിവ്യ, തീർച്ചയായും. അതായത് അടുത്ത നടപടി എന്ന് പറയുന്നത് അത് നിയമസഭാ കക്ഷി യോഗം ചേരുക. ആ യോഗത്തിൽ വി ഡി സതീശനെ നിയമസഭാ കക്ഷി നേതാവായി AICC അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ള പ്രമേയം അവതരിപ്പിക്കുക. അതൊരു പക്ഷേ KPCC പ്രസിഡന്റ് തന്നെയായിരിക്കും അവതരിപ്പിക്കുക. നിലവിൽ രമേശ് ചെന്നിത്തല യോഗത്തിൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അഭ്യൂഹങ്ങൾ നിലനിൽക്കുകയാണ്. പാർലമെന്ററി പാർട്ടി തലവനായി തെരഞ്ഞെടുത്തതായി ഉള്ള പ്രമേയം അവതരിപ്പിക്കും. അത് MLA മാർ അംഗീകരിക്കേണ്ടതുണ്ട്. അത് അംഗീകരിച്ചാൽ ആണ് പിന്നീട് ഗവർണറെ കാണുന്ന നടപടിയിലേക്ക് കടക്കുക. സാധാരണഗതിയിൽ അതത് പാർട്ടി ഓഫീസുകളിലാണ് നിയമസഭാ കക്ഷി യോഗം ചേരാറെങ്കിലും ഇത്തവണ അത് നിയമസഭയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലെ 5ാം നമ്പർ ഈ റൂമിലാണ് ചേരുന്നത് എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. നിയമസഭയുടെ ഔദ്യോഗികമായ നടപടികൾ നടക്കുന്ന സ്ഥലത്തല്ല, അല്ലാതെ നിയമസഭയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലാണ് എന്തായാലും ഈ നിയമസഭാ കക്ഷി യോഗം ചേരുന്നത്. അതിനുശേഷം രാവിലെ തന്നെ നിലവിൽ KPCC അധ്യക്ഷൻ ലോക് ഭവനിൽ വിളിച്ച് ഗവർണർ അവിടെ ഉണ്ടോ എന്ന കാര്യം അന്വേഷിച്ചിട്ടുണ്ട്. ഇന്നും നാളെയും ഒക്കെ ഗവർണർ സ്ഥലത്ത് തന്നെ ഉണ്ട് എന്നുള്ള മറുപടി ഞാൻ വിജിലേക്ക് വരാം.